തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റെയിൽവേ റിസർവേഷൻ കൗണ്ടർ തുറന്നു. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 18 ദിവസമായി കൗണ്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. റവന്യൂ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിക്കിടയിലാണ് റിസർവേഷൻ കൗണ്ടറിലേക്കുള്ള നെറ്റ് കേബിൾ മുറിഞ്ഞത്. മലയോര മേഖലയിൽ നിന്നുള്ളവർക്കും അതിഥി തൊഴിലാളികൾക്കും ഏറെ ഉപകാരപ്രദമാണ് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റെയിൽവേ റിസർവേഷൻ കൗണ്ടർ. റെയിൽവേയുടെ അംഗീകാരം പുതുക്കി നൽകാത്തതിനെ തുടർന്ന് ദിവസങ്ങളോളം അടച്ചിട്ട കൗണ്ടർ കെ സുധാകരൻ എം പി ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഇടപെട്ടതോടെയാണ് തുറന്നത്. തളിപ്പറമ്പ് റവന്യൂ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കിടയിൽ റെയിൽ നെറ്റ്വർക്ക് മുറിഞ്ഞതോടെ റിസർവേഷൻ കൗണ്ടറിലേക്കുള്ള ഇന്റർനെറ്റ് വിതരണം തടസ്സപ്പെടുകയും മോഡം തകരാറിലാവുകയും ചെയ്തതോടെയാണ് കഴിഞ്ഞ 18 ദിവസമായി കൗണ്ടർ അടച്ചിടേണ്ടി വന്നത്. കേബിൾ തകരാർ പരിഹരിക്കുകയും 2 ദിവസം മുൻപ് ചെന്നൈയിൽ നിന്ന് മോഡം എത്തിക്കുകയും ചെയ്തെങ്കിലും സാങ്കേതിക തടസ്സം കാരണം വ്യാഴാഴ്ച മുതലാണ് കൗണ്ടർ തുറന്നതെന്നും 60-ലേറെ പേർ ടിക്കറ്റ് റിസർവ് ചെയ്തതായും തളിപ്പറമ്പ് തഹസീൽദാർ പി സജീവൻ പറഞ്ഞു. മേഖലയിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റെയിൽവേ കൗണ്ടറിന്റെ പ്രവർത്തനം കുറച്ചു കാലമായി, ഒരു 2 ആഴ്ചയോളമായി കേബിളിൻ്റെ തകരാറ് മൂലം പ്രവർത്തനം നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഔദ്യോഗികമായി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ മോഡവും മറ്റ് സാമഗ്രികളും എത്തിച്ച് ഇപ്പം നിലവിൽ ഇന്ന് മുതൽ റെയിൽവേ കൗണ്ടർ സാധാരണയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 62ഓളം ആൾക്കാർക്ക്, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്ന സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും തളിപ്പറമ്പ് താലൂക്ക് പരിധിയിലെ എല്ലാ ജനങ്ങൾക്കും കൃത്യമായ സേവനം നൽകുന്നതിന് വേണ്ടി റെയിൽവേ കൗണ്ടർ സജ്ജമായിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.